Hello everyone, how are you all? Welcome to a new episode of English with Habish. ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? Today we are going to discuss about the verb forms V1, V2, V3, V4 and V5. So ആദ്യമായിട്ട് നമുക്ക് V1 ഫോം നോക്കാം. ഓക്കെ, V1 എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദ verb ആണ്. ക്രിയയുടെ അടിസ്ഥാന രൂപം. ഇത് പ്രസന്റ് ടെൻസ് ആണ്. ക്രിയയുടെ വർത്തമാനകാല രൂപമാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഗോ പോകുക, ഈറ്റ് കഴിക്കുക, റൺ ഓടുക, പ്ലേ കളിക്കുക, ഇതൊക്കെ പ്രസന്റ് ടെൻസ് ആണല്ലോ. സോ ഒരു സെൻറ്റൻസ് നോക്കാം നമുക്ക്. ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. ഞാൻ ദിവസവും ഓഫീസിൽ പോകാറുണ്ട്. അടുത്തതായി നമുക്ക് V2 ഫോം നോക്കിയാലോ. എന്താണ് V2 ഫോം? പാസ്റ്റ് ഫോം ഓഫ് ദ verb ആണ്. ക്രിയയുടെ ഭൂതകാല രൂപം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. വെൻറ്റ് പോയി, എയ്റ്റ് കഴിച്ചു, റാൻ ഓടി, പ്ലേഡ് കളിച്ചു, ഇതൊക്കെ പാസ്റ്റ് ആണ്. ഒരു സെൻറ്റൻസ് നോക്കാം. I went to the office yesterday. ഞാൻ ഇന്നലെ ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ വെൻറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, ഭൂതകാലമാണ്. ഓൾറൈറ്റ്, അടുത്തത് എന്താണ് V3? V3 നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും വിളിക്കും അല്ലേ. ഇത് പെർഫെക്റ്റ് ടെൻസുകളിലൂടെയും പാസീവ് വോയിസുകളിലൂടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. പെർഫെക്റ്റ് ടെൻസുകളിൽ ഹാസ്, ഹാവ്, ഹാഡ് എന്നതിന് ശേഷമാണ് ഈ V3 ഫോം വരാറ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗോൺ എന്ന് പറയുമ്പോൾ പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഹാസ് ഗോൺ, ഹാവ് ഗോൺ, അല്ലെങ്കിൽ ഹാഡ് ഗോൺ ആയിരിക്കും. ഓക്കെ, വി വിൽ ലേൺ അബൌട്ട് ദിസ് ഇൻ അവർ പെർഫെക്റ്റ് ടെൻസ് എപ്പിസോഡ്സ്. ഓക്കെ, സോ ഈറ്റൺ കഴിച്ചിട്ടുണ്ട്, റൺ ഓടിയിട്ടുണ്ട്, പ്ലേഡ് കളിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഹാസ്, ഹാവ്, ഹാഡ് ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ അർത്ഥങ്ങളിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് എ സെന്റൻസ്. ഐ ഹാവ് ഗോൺ ടു ഹിസ് ഓഫീസ് വൺസ്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. അടുത്തതായി V4 ഫോം നോക്കാം. ഓക്കെ, ദിസ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. ഇത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. കണ്ടിന്യൂസ് ഫോമാണ്. വേർബ് പ്ലസ് ING. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയും. ഗോയിങ്, ഈറ്റിംഗ്, റണ്ണിങ്, പ്ലേയിങ്. ലെറ്റ്സ് ലുക്ക് അറ്റ് എ സെന്റൻസ്. I am going to the office now. ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ നമ്മൾ വേർബ് പ്ലസ് ING അല്ലെങ്കിൽ V4 ഫോം ഉപയോഗിക്കും. ഇത് ജിറണ്ടായിട്ടും വരും. ഓക്കെ, എന്താണ് ജിറണ്ട്? വേർബ് ഫോം ദാറ്റ് ഫങ്ഷൻസ് ആസ് എ നൗൺ. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. അടുത്തതായി V5 എന്താണെന്ന് നോക്കാം. V5 ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ്. ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ഹീ, ഷീ, ഇറ്റ് എന്ന സബ്ജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ വേർബിന് ശേഷം എസ് ഓർ ES അല്ലെങ്കിൽ V5 ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ V1 ഫോം ഗോ ആണെങ്കിൽ ഹീ, ഷീ, ഇറ്റ് വരുമ്പോൾ ഗോസ് ആവും. ഈറ്റ് ആണെങ്കിൽ ഈറ്റ്സ് ആവും. റൺ ആണെങ്കിൽ റൺസ് ആവും. പ്ലേ ആണെങ്കിൽ പ്ലേസ് ആവും. ഹി, ഷീ, ഇറ്റ് മാത്രമല്ല, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ, ഒരു വ്യക്തി ആകുമ്പോൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഹി ഗോസ് ടു ദ ഓഫീസ് എവറി ഡേ. അവൻ ദിവസവും ഓഫീസിൽ പോകാറുണ്ട്. ഇപ്പോൾ ദേ ആണെങ്കിൽ ദേ ഗോ ആവും, V1 ഫോം ആവും. ഇവിടെ ഹി ആയതുകൊണ്ട് V5 ഫോം ആയി. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഹിയർ ഇസ് എ ടേബിൾ ഫോർ യു. So you can take screenshots for later use, and thank you for watching.